2 ദിവസത്തിനുള്ളിൽ തന്നെ ഇസ്രയേലിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി സ്ഥാനം ബെഞ്ചമിൻ നെതന്യാഹു ഒഴിയുന്നു, ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്, പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ രോഗം പിടിപെട്ടിരിക്കുന്ന അവസ്ഥ, ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നേരെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത വലിയ തോതിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇത് അത്ഭുതത്തോടെ തന്നെ കേൾക്കുന്നത്. നമുക്കറിയാം, ഗാസയിൽ നടത്തിയിരിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നീക്കങ്ങൾ, അവിടെ നടത്തിയ കൂട്ടക്കുരുതി, അവിടെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 60,000 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത് പോലും UN-ന്റെ ശക്തമായ നീക്കങ്ങൾ വന്നിട്ടും അതിനെ ഒക്കെ പുല്ലുവില കൊടുത്തുകൊണ്ട്, അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് നെതന്യാഹു പൈശാചികത്വമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായും ലോകരാജ്യങ്ങൾ അതിനെ അപലപിച്ചു. എന്നാൽ അവിടെയുള്ള പള്ളിയിലേക്ക് വരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ മാർപ്പാപ്പ പോലും ശക്തമായി നെതന്യാഹുവിനെതിരെ പ്രതികരിച്ചത്. ഇറ്റലിയുടെ സർക്കാർ ശക്തമായി പറഞ്ഞു, നെതന്യാഹുവിൻ്റെ സയനിസ്റ്റ് ഭരണം അതിര് കടക്കുകയാണ് എന്നുള്ളത്. ജോർജിയ മെലോനി തന്നെയാണ്, പ്രധാനമന്ത്രിയായ മെലോനി തന്നെ പറഞ്ഞത്, നെതന്യാഹുവിൻ്റെ ഈ രീതിയിലുള്ള ഭരണത്തെ ഒരു കാരണവശാലും യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കരുത് എന്ന്. അതിൽ തന്നെ മെമ്പർഷിപ്പുള്ള ഒരു രാജ്യം പറയുകയാണ്. ഒന്ന് ആലോചിക്കണം, ഇപ്പോഴിതാ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തിരശീല വീഴുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അവസ്ഥയാണ്. അട്ടിമറി, അതാണ് ഇസ്രയേലിൽ സംഭവിക്കുക എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്കാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പല വാർത്തകളും അവർ ബോധപൂർവം പുറത്തുവിടാൻ മടി കാണിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വന്നപ്പോൾ ഇറാൻ്റെ മാധ്യമങ്ങൾ പരിപൂർണമായി അവരുടെ വാർത്തകൾ ശക്തമായി തന്നെ ഓരോന്നായി പുറത്തുവിട്ടു. അവർക്കുണ്ടായ നാശനഷ്ടത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ പുറം ലോകം അറിയണം എന്ന രീതിയിൽ തന്നെ വിട്ടു. എന്നാൽ ഇസ്രയേൽ ഇതുവരെയും അവരുടെ നാശനഷ്ട കണക്കുകൾ പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് വലിയ നാണക്കേടും അപമാനവുമാകും. ഉരുക്ക് കോട്ടയുണ്ട് എന്നൊക്കെ വിചാരിച്ച് അയൺ ഡോമിനുള്ളിൽ സുഖിച്ചിങ്ങനെ കഴിയാം, ബാക്കിയുള്ള രാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കളയാം, ഇഷ്ടമില്ലാത്ത യമനെയും അതുപോലെ ലെബനനെയും ഒക്കെ അവരെ ശക്തമായി എതിർക്കാം, ഇറാനെ തകർത്ത് കളയാം എന്നൊക്കെ വിചാരിച്ച ഇസ്രയേൽ എന്ന 25,000 സ്ക്വയർ കിലോമീറ്ററുള്ള ഈ കൊച്ചു രാജ്യം, ഈ തുരുത്ത് പോലുള്ള രാജ്യം അഹങ്കരിച്ചപ്പോൾ ജൂതർക്ക് ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് ഇവരാരും വിചാരിച്ചില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറാൻ എല്ലാ തരത്തിലും പോരാട്ടം കടുപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇസ്രയേൽ വെടിനിർത്തി എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അവർ പതുങ്ങിയും അവരുടെ നയമെന്ന് പറയുന്നത് ഒളിച്ചും പാത്തുമുള്ള നയമാണ്. ശരിയായ രീതിയിലേക്ക് അവർക്ക് ഒരിക്കലും ഇടപാട് നടത്താൻ കഴിയില്ല. അവരുടെ ഈ ചതി അത് ഇറാൻ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇറാൻ ഇപ്പോഴും മൊസാദിൻ്റെ ആക്രമണങ്ങൾക്ക് മറുപടി പറയുന്നത് കൃത്യമായ മിസൈൽ സംവിധാനത്തിലൂടെ തന്നെയാണ്. മൊസാദ് എന്ന ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ വലിയ തോതിൽ അവർ ഇപ്പോഴും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം നടത്തുന്നുണ്ട്. പല മേഖലയിലായി ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയാണ്. പ്രത്യേകിച്ചും അവർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ പല തരത്തിൽ വീണ്ടും വീണ്ടും ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന രീതിയിൽ വേട്ടയാടുമ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന അവരുടെ ആഭ്യന്തര വാർത്ത തന്നെ പുറത്തു വരുന്നു. നെതന്യാഹു എപ്പോൾ വേണമെങ്കിലും മരണത്തിന് കീഴടങ്ങാം, അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ കാര്യമെന്ന വാർത്ത വരുന്നു.